ഹായ്, ഞാനൊരു മത്തനില തോരൻ വെക്കാൻ പോവാം. കണ്ടോ, ഈ കിളിർന്ന ഇലകൾ നോക്കിയാണ് എടുക്കുന്നത്. അധികം അങ്ങോട്ട് മൂത്ത ഇലകളൊന്നും ആവില്ലേ. ഈ പൂവും എടുക്കും ഞാൻ. മത്തനിലയും പൂവും കൂടെ നന്നായിട്ട് തോരൻ വെക്കാം. നല്ല ടേസ്റ്റിയാണ്. കണ്ടോ, മത്തൻ്റെ കായ നിൽക്കുന്ന കണ്ടോ, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ എടുക്കത്തില്ല കേട്ടോ, ഇലയും പൂവും മാത്രം. അങ്ങനെ അതൊക്കെ എടുത്ത് കഴുകി നന്നായിട്ട് കഴുകണം, മണ്ണൊക്കെ കാണത്തില്ലേ. അങ്ങനെ കഴുകി വെച്ചു. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, കാന്താരി ഇല്ലല്ലോ. അങ്ങനെ ഞാൻ കാന്താരി മുളക് പിച്ചാൻ പോയി. ഇത് ഈ മത്തനും അങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി കാന്താരിയൊക്കെ ചതച്ചിടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടല്ലേ. അങ്ങനെ കാന്താരിയും പിച്ചി അങ്ങനെ മത്തൻ ഇലയും പൂവും കൂടെ ഒന്നിച്ച് അരിഞ്ഞു വെച്ചേക്കുവാണേ. ഇതിന് വേണ്ടുന്നതാണ് തേങ്ങായും കാന്താരിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും. ഇത് ഇത്രയാണ് വേണ്ടുന്നത്. അങ്ങനെ അതെല്ലാം കല്ലിലോട്ടിട്ട് അത് ചതച്ചെടുക്കണം. അതിൻ്റെ കൂടെ തേങ്ങയും ജീരകവും കൂടെ ഇടും, ചതച്ചു. പിന്നെ പാനകത്തിലോട്ട് കടുകൊക്കെ പൊട്ടിച്ച് ആ മത്തനിലയൊക്കെ വാരിയിട്ടേ അതിന് ശേഷമാണ് ആ ചതച്ച് വെച്ച തേങ്ങയും എല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടണം. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഒരു തുള്ളി പോലും വെള്ളം വേണ്ട, വെള്ളം ഒട്ടുമില്ലാണ്ട് ആവിയിൽ തന്നെ വേവണേ. അതിനെ അടച്ചു വെച്ച് നമ്മൾ നന്നായിട്ട് ആ ആവിയിൽ തന്നെയാണ് ഇത് വേവുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നേ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ മത്തനിലയൊക്കെ തോരൻ വെച്ച് കൊടുക്കുന്നതൊക്കെ. വലിയവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഈ മത്തനില തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ബൈ ബൈ.